പരാജയങ്ങളെയെല്ലാം ഒരൊറ്റ വിജയം കൊണ്ട് എഴുതി തള്ളാനാവുന്ന മാജിക് ഉണ്ട് സിനിമയ്ക്ക്. അത്തരമൊരു മാജിക്കൽ കാഴ്ചയിലേക്കാണ് മോഹൻലാൽ ജിത്തു ജോസഫ് ചിത്രം നേരെ പ്രേക്ഷകരെ ക്ഷണിക്കുന്നത്. ദൃശ്യം എന്ന ചിത്രത്തിലൂടെ ജിത്തു ജോസഫും മോഹൻലാലും സൃഷ്ടിച്ച മാജിക് വീണ്ടും ആവർത്തിക്കുമെന്ന ശുഭസൂചനയാണ് നേരും നൽകുന്നത്. ഈ ചിത്രത്തിന്റെ തിരക്കഥ മോഷ്ടിച്ചതാണ് എന്ന ആരോപണം നിലനിൽക്കെയാണ് സിനിമയ്ക്ക് വളരെ പോസിറ്റീവായ റിവ്യൂ ആരാധകർ നൽകുന്നത്. ദൃശ്യം പോലൊരു സസ്പെൻസ് ത്രില്ലർ അല്ല നേര്. ഏറെ വൈകാരികമായ മുഹൂർത്തങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഒരു കോർട്ട് റൂം ഡ്രാമയാണ്. അമിതമായ ട്വിസ്റ്റുകളോ ഹീറോ പരിവേഷമുള്ള മുഹൂർത്തങ്ങളോ ഇല്ലെങ്കിലും പ്രേക്ഷകരെ എൻഗേജ് ചെയ്യിക്കാനും രസിപ്പിക്കാനും നേരിന് കഴിയുന്നുണ്ട്. സിനിമയുടെ തലക്കെട്ടിനോട് അങ്ങേയറ്റം നീതി പുലർത്തുന്ന ചിത്രമാണ് നേര് എന്ന് പറയാം. പകൽ പോലെ വ്യക്തമായ നേരിനെ മൂടിയ എല്ലാ ഇരുട്ടുകളെയും വകഞ്ഞുമാറ്റി സത്യത്തെ പുറത്തെടുക്കുകയാണ് ചിത്രം. കോർട്ട് റൂം ഡ്രാമകൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ബോറടിപ്പിക്കാതെ പ്രേക്ഷകരെ പിടിച്ചിരുത്തുക എന്നതാണ്. ആ ഉദ്യമത്തിൽ ജിത്തു ജോസഫ് വിജയിച്ചിട്ടുണ്ടെന്ന് വേണം പറയാൻ. അങ്ങേയറ്റം ഉദ്യോഗജനകമായി തന്നെയാണ് കഥയുടെ മുന്നോട്ട് പോക്ക്. പരമാവധി റിയലിസ്റ്റിക് ആയി കോടതി മുറി പ്രൊസീജിയറുകളെ അവതരിപ്പിക്കുമ്പോഴും ചിത്രത്തിന്റെ സിനിമാറ്റിക് കാഴ്ചയ്ക്ക് വേണ്ട ചേരുവകളുടെ കാര്യത്തിൽ ജിത്തു ജോസഫ് കോംപ്രമൈസ് ചെയ്യുന്നില്ല. കഥാഗതിയിൽ കല്ലുകടിയാവാത്ത രീതിയിൽ ചില ഔട്ട് ഓഫ് ബോക്സ് ആശയങ്ങളും സിനിമാറ്റിക് ചേരുവകളുമെല്ലാം ബ്രില്യൻ്റ് ആയി ചിത്രത്തിൽ കാണിക്കുന്നുണ്ട്. തിരക്കഥയിലും അഭിനേതാക്കളുടെ പ്രകടനത്തിലും മാത്രമല്ല സാങ്കേതിക വശങ്ങളിലും നേരെ മികവ് പുലർത്തുന്നുണ്ട്. സതീഷ് കുറുപ്പാണ് ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത്. എഡിറ്റിംഗ് VS വിനായകനും സംഗീതം വിഷ്ണു ശ്യാമും നിർവഹിച്ചിരിക്കുന്നു. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂറാണ് നേര് നിർമ്മിച്ചിരിക്കുന്നത്. സ്ത്രീകൾക്കെതിരായ അതിക്രമത്തെക്കുറിച്ച് സംസാരിക്കുന്ന ചിത്രത്തിന്റെ തിരക്കഥാ രചനയിൽ ഒരു സ്ത്രീ പങ്കാളിയാവുന്നതിൻ്റെതായ ഒരു ഫ്രഷ്നെസ്സും നേരിൽ കാണാം. കാരണം തെളിച്ചുമുള്ള ചില കാഴ്ചകളും ആശയങ്ങളും കൂടിയാണ് നേര് മുന്നോട്ട് വെക്കുന്നത്. കോടതി മുറികളിൽ വാദപ്രതിവാദങ്ങൾക്കിടയിൽ പീഡനത്തിനിരയായ സ്ത്രീകളും അവരുടെ കുടുംബവുമൊക്കെ എങ്ങനെയൊക്കെയാണ് അപമാനിക്കപ്പെടുന്നത്, സമൂഹം അവരെ എങ്ങനെയാണ് വിചാരണ ചെയ്യുന്നത് തുടങ്ങിയ ചില യാഥാർത്ഥ്യങ്ങളിലേക്ക് കൂടിയാണ് നേര് ക്യാമറ തിരിക്കുന്നത്. വിതുര പെൺകുട്ടിയെന്നും സൂര്യനെല്ലി പെൺകുട്ടിയെന്നുമൊക്കെ വെറും സ്ഥലപ്പേരുകളായി മാത്രം നമ്മളെ ചരിത്രത്തിൽ ജീവിക്കുന്ന മുഖം നഷ്ടപ്പെട്ട എത്രയോ പെൺകുട്ടികൾക്കൊപ്പം കൂടി ചേർന്നതെന്നാണ് നേര് അതിന്റെ കഥ പറയുന്നത്.